ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ആദിപാപം എന്ന വലിയ മഹാദുരന്തത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് പൂർത്തിയാക്കുകയാണ്. അതുകൊണ്ട് മറക്കാതെ കാണുക, മുഴുവൻ കാണുക. കണ്ടില്ലേ, അവർ ദൈവത്തെ പോലെ ആയിരിക്കുന്നു എന്നൊരു വചനമുണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മളിന്ന് വായിക്കുന്ന ഈ വചന പാഠഭാഗത്ത്. പലരും സംശയം ചോദിക്കുന്ന ഒരു വചനമാണ്. എന്താ ദൈവം അങ്ങനെ പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തെ പോലെയായെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം പറഞ്ഞത്? അതിൻ്റെ അർത്ഥം എന്ത്? ഇപ്പോൾ മനുഷ്യനാണ് ദൈവം, ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവം പോലുള്ള ചില സംഗതികളൊക്കെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുവചനങ്ങളുടെ ആഴത്തിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വചനം കേൾക്കാം ആദ്യം. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, എങ്കിലും നിന്റെ അഭിലാഷം നിന്റെ ഭർത്താവിലായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. ആദാമിനോട് അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കേണ്ടി വരും. മുള്ളും മുൾച്ചെടികളും അത് നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നിനക്ക് ആഹാരമാകും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ നീ തിരികെ ചേരും. ആദാം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം അമ്മയാണ്. ദൈവമായ യാഹ്വേ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദാമിനെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം ദൈവമായ യാഹ്വേ പറഞ്ഞു, കണ്ടില്ലേ, മനുഷ്യനിതാ നന്മയും തന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്തനാകാൻ ഇടയാകരുത്. ദൈവമായ യാഹ്വേ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് വശത്ത് കെരൂബുകളെയും എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ വാളും അവിടുന്ന് സ്ഥാപിച്ച് കാവൽ ഏർപ്പെടുത്തി. പാപത്തിൻ്റെ താൽക്കാലിക തിക്തഫലമായി സഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഭാര്യ എന്ന നിലയിൽ സ്ത്രീ ഹവ്വ, അവളുടെ സ്ത്രീ പരമ്പര കൂടുതൽ സഹിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിലെ ആൺ മേൽക്കോയ്മ ഈ ആദ്യ പാപം മുതൽ സംഭവിക്കുകയാണ്. അതുവരെ, ഈ പാപം ചെയ്യുന്നത് വരെ സ്ത്രീയും പുരുഷനും അന്തസ്സിലും ബഹുമാനത്തിലും ഒക്കെ തുല്യരായിരുന്നു. ഇപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ കുതിര കയറാൻ വരുന്നു. പെണ്ണുങ്ങൾ ആണുങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു വീടിനകത്ത് തന്നെ പരസ്പരം പൂരകമായിരിക്കേണ്ടവർ എതിരായി മാറിയിരിക്കുന്നു. അത് പാപത്തിന്റെ ഫലമാണ്. അമ്മ എന്ന നിലയിൽ ഹവ്വയും അവളുടെ പരമ്പരയും കൂടുതൽ സഹനത്തിന് വിധേയമാകും. മക്കളെ ഗർഭം ധരിക്കുക, ചുമന്നുകൊണ്ട് നടക്കുക, പ്രസവിക്കുക എന്നീ പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്ന വേദനകൾ ഇപ്പോൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ആണ് മേൽക്കോയ്മ കാണിക്കുന്നു, കൂടെ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല, വഴക്കിടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ വേദന, ശാരീരികമായ വേദനയെ അത് കൂടുതൽ മൂർധന്യത്തിലാക്കുകയാണ്. ഈ ശാരീരികമായ വേദന ഉള്ളപ്പോൾ ഭർത്താവിൻ്റെ സാമീപ്യവും സാന്ത്വനവും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള അത് വരുമ്പോൾ ഈ വേദന സഹിക്കാൻ കുറച്ചുകൂടിയും ഒരു എളുപ്പമായിരുന്നു. ഇപ്പോൾ ഈ വഴക്കെട്ട് നിൽക്കുമ്പോൾ, അത് മക്കളെ ബാധിക്കുന്ന തരത്തിൽ വഴക്കിടുമ്പോൾ, ഈ കുടുംബത്തിൽ തന്നെ വഴക്ക് അടിക്കുമ്പോൾ ഈ വേദനകൾ കൂടുകയാണ്. അതാണ് ഗർഭാരിഷ്ഠകൾ വർദ്ധിക്കുമെന്ന് പറയണേ. പാപത്തിന് മുമ്പും ഈ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കേമൻ, ആരാണ് കേമി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കൂടെ നിൽക്കേണ്ടവൻ കൂടെ നിൽക്കുന്നില്ല എന്ന ആ ബോധമുണ്ടാകുമ്പോൾ ശാരീരികമായ വേദന തന്നെ മൂർധന്യത്തിലാകും. ഭർത്താവ് എന്ന നിലയിലെ കുടുംബത്തെ കഠിനാധ്വാനത്തിൽ തീറ്റിപ്പോറ്റുന്നതിന്റെ ക്ലേശം ആദാം അനുഭവിക്കണം. ആയുഷ്കാലം മുഴുവൻ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് അഹോവൃത്തി കഴിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധനം 1069 നിങ്ങൾക്ക് വായിക്കാം. 1609. ഈ ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു കഥ നോക്കിയാൽ 30 വർഷം 35 വർഷം ഭർത്താവ് ഗൾഫിൽ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാള് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകും? അപ്പോൾ ഒരു കുടുംബത്തെ പോറ്റാൻ പിന്നെ കൂട്ടുകുടുംബമാണെങ്കിൽ അതിനകത്ത് തന്നെ എന്തുമാത്രം കഠിനാധ്വാനമാണ് പലപ്പോഴും പാഴ്വേലയായിട്ട് അനുഭവപ്പെടുന്നു.
പിന്നെ കുറേയെല്ലാം അധ്വാനിച്ചുണ്ടായിട്ട് ആരാണ് അനുഭവിക്കാൻ അറിഞ്ഞുകൂടാ. ഈ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? നമ്മൾ സമ്പാദിച്ചു വെച്ചതൊക്കെ ആരാണ് അനുഭവിക്കുക? നമ്മുടെ നാട്ടിൽ കുറേ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പം ഇതെല്ലാം ഈ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറേ സംഗതികളുണ്ട്. അതെല്ലാമാണ് ഇവിടെ ചെറിയ തോതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാലും സ്ത്രീയോട് പറയാണ്, നിന്റെ അഭിലാഷം ഭർത്താവിലായിരിക്കും. അതായത് പ്രസവ സംബന്ധമായ വേദനകൾ ഉണ്ടെങ്കിലും സ്ത്രീയിൽ അടിസ്ഥാനപരമായി അമ്മയാകാനുള്ള അഭിലാഷമുണ്ട്. സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്ത അത്ര വലിയ ദൂരമാണെന്ന് പറയാം. അപ്പോൾ അമ്മയാകാനുള്ള മോഹം സ്ത്രീകളിലുണ്ട്. ആ അമ്മയാകാനുള്ള മോഹം ഉള്ളത് കൊണ്ട് പുരുഷനെ സമീപിക്കുന്നു, ഭർത്താവിനെ സമീപിക്കുന്നു. ആ അഭിലാഷം, ആ മോഹം, അത് പ്രസവ സംബന്ധമായ വേദനയെ മറികടക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ മോഹം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായ ഒരു ആവിഷ്കാരമാണ്. ഈ ആഫ്രിക്കയിലൊക്കെ പറയുന്ന ഒരു തമാശയുണ്ട്. മനുഷ്യൻ്റെ പുരുഷൻ്റെ പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു ഇടി കിട്ടി വിചാരിക്കുക. ആ വേദനയാണോ പ്രസവിക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദനയാണോ കൂടുതൽ പ്രയാസമുള്ള വേദന, ഇനി ഒരിക്കലും ഇനി സംഭവിക്കരുതെന്ന് വിചാരിക്കുന്ന വേദന? അപ്പോൾ പറയുന്ന മറുപടി, പുരുഷൻ്റെ പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു കിക്ക് കിട്ടിയാൽ അതാണ് കൂടുതൽ വലിയ വേദന. അതെന്താ അങ്ങനെ പറയുന്നത്? അതിന് ന്യായം, അങ്ങനെ കിക്ക് കിട്ടിയോൻ വീണ്ടും ഒരു കിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വരാറില്ല. എന്നാൽ പ്രസവിച്ച സ്ത്രീ വീണ്ടും പ്രസവിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ആ വേദന പുരുഷന് കിട്ടിയ കിക്കിനേക്കാളും ചെറിയ വേദനയല്ലേ എന്ന് വെച്ച് തമാശക്കൂടെ പറയുന്നതാണെങ്കിലും അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? പ്രസവ സംബന്ധമായ വേദനയെ മറികടക്കാൻ പറ്റുന്നതാണ് അമ്മയാകാനുള്ള മോഹവും, അതുകൊണ്ട് പുരുഷനെ സമീപിക്കുന്നതും. അപ്പോൾ പുരുഷനോടുള്ള അഭിലാഷം, അമ്മയാകാനുള്ള മോഹം പ്രസവ സംബന്ധമായ വേദനയെ മറികടക്കുന്ന വേദനയാണ്. നമ്മുടെ നാട്ടിലെ പ്രസവത്തെ നോർമൽ ഡെലിവറിയെ സുഖപ്രസവം എന്ന് പറയുക. അത്ര സുഖമുള്ള ഏർപ്പാടല്ലെങ്കിലും അതിനകത്ത് പ്രകൃതിദത്തമായ ഒരു സംഗതി ആയതുകൊണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേദന ഓർക്കുന്നേ ഇല്ല. കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഭയങ്കര വലിയ വേദനയാണെങ്കിലും അത് മുറിവുണ്ടാക്കുമെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേദന ഓർക്കുന്നതേ ഇല്ല. ഈ പ്രസവിച്ച സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ ഈ പറയണേ. അപ്പോൾ ആ വേദന വളരെ വലുതാണെങ്കിലും അതിനകത്തൊരു സുഖമുണ്ട്. ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്തു, ഒരു ജീവൻ ഉൽപ്പാദിപ്പിച്ചു, സൃഷ്ടിച്ചു. ആ സന്തോഷം ഈ വേദനയെ മറികടക്കാൻ കഴിയുന്നതാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:21 കുരിശിലെ വേദനയെ കർത്താവ് സ്ത്രീയുടെ പ്രസവത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യവംശത്തിന്റെ രക്ഷയും നിത്യജീവനും വരുന്നു എന്നത് ഓർക്കുമ്പോൾ കുരിശിലെ മരണത്തിന്റെ വേദന അതത്ര വലിയ വേദനയല്ലെന്നുള്ള മട്ടിലാണ് കർത്താവ് അവതരിപ്പിച്ചാണ്. ഒരു ജീവൻ കൊടുക്കുന്നതിൻ്റെ ആനന്ദം. പുരുഷനോട് ദൈവം പറയാണ്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. പണിയെല്ലാം എടുത്തിട്ടും എല്ലാം വൃഥാവിലായി പോകുന്നതിൻ്റെ ഒരു വേദന പുരുഷൻ അനുഭവിക്കണം. ഇപ്പം നമ്മുടെ കർഷകരുടെ സ്ഥിതി നോക്കിയാൽ, എന്തെല്ലാം പണിയെടുത്താലും ഒന്നുകിൽ വെള്ളം, മഹാപ്രളയം, അല്ലെങ്കിൽ വറുതി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട്, ഇങ്ങനെ നമുക്ക് കർഷകരുടെ ജീവിതം എന്നും ഒരു പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കർഷകരെ ആ പണിയൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഇത് ലോകത്തെ മുഴുവൻ അനുഭവിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് 2% ആളുകളാണ് കർഷകരായിട്ടുള്ളൂ. ഈ ബാക്കിയുള്ളവർ കാരണം എന്താണ്? എത്ര പണിയെടുത്തിട്ടും ഫലമില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വന്യമൃഗങ്ങൾക്ക് തിന്നാനുള്ളതേ ഉള്ളൂ ഈ കർഷകരുടെ കൃഷി മുഴുവൻ. അപ്പോൾ ദുരവസ്ഥ, ഫലശൂന്യത, അപജയം, ജീർണത, ഇങ്ങനെ തുടങ്ങിയ ശാപങ്ങളെല്ലാം ഭൂമിയെ വരിഞ്ഞു മുറുക്കുകയാണ്. മടുപ്പും ക്ഷീണവും ഏറെ ഉണ്ടാക്കുന്നതും വൈരസ്യം ജനിപ്പിക്കുന്നതുമായ വലിയ പ്രക്രിയയായിട്ട് അധ്വാനം, ജോലിയെല്ലാം അനുഭവപ്പെടുന്നു. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ജീവന്റെ സമൃദ്ധിയുടെ വിപരീത ദിശയിലാണ് ഈ മെനക്കേട്. ഉൽപ്പത്തി 2:9 2:16 ജീവന്റെ സമൃദ്ധി ഉണ്ടായിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്നാണ്. അതിന്റെ വിപരീത ദിശയിലാണ് ഈ പറഞ്ഞ ഫലശൂന്യത, ദുരവസ്ഥ, അപജയം, ജീർണത, സർക്കാരുകളുടെ പിടിപ്പുകേട്, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ. പാപത്തിന് മുമ്പ് ജോലി എന്നത് സ്രഷ്ടാവിനെ അനുകരിക്കുന്ന സർഗാത്മക പ്രവൃത്തിയായിരുന്നു. ഇപ്പോൾ ജോലി ഭാരമായിരിക്കുന്നു. ദൈവത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യന്റെ ശ്രമം അവനെ കൊണ്ടെത്തിച്ചത് ജോലിയുടെ അടിമയാകാനുള്ള ദൗർഭാഗ്യമാണ്. ഇപ്പോൾ നമ്മൾ 8 മണിക്കൂറാണോ ജോലി? ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിപ്രഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. 8 മണിക്കൂർ വിട്ട് 12 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്താലും ചിലപ്പോൾ തീരത്തില്ല. നമ്മുടെ ബാങ്കിലോ സ്കൂളിലോ ജോലി എന്തുമാത്രം ടെൻഷനാണ്, സ്ട്രെസ്സാണ്. ഈ സ്ത്രീകൾ ഗർഭം ധരിക്കാനായിട്ട് ഇങ്ങനെ 30% ഗർഭധാരണത്തിന് പ്രയാസം നേരിടുന്നത് ജോലിയിലെ സ്ട്രെസ് കൊണ്ടാണ്. പണ്ട് വീട്ടിൽ അടുക്കളയിലായിരുന്നു ജോലി. അവിടെ ഭർത്താവിൻ്റെ വഴക്കടിച്ചാലും ഈ ജോലിയുടെ ഈ പുറത്ത് ജോലി എടുക്കുന്നതിൻ്റെ സ്ട്രെസ് ഇല്ല. അപ്പോൾ അവർക്ക് ഗർഭം ധരിക്കാൻ എളുപ്പമുണ്ടായിരുന്നു.
വിഷം തീണ്ടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല, ജോലിയിലെ സ്ട്രെസ്സാണ് ഈ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതിന് പ്രയാസം നേരിടുന്നതെന്നാണ് ഒരു പഠനം. അപ്പോൾ ഒരു ജോലി വലിയ ഭാരമാകുന്നു, സ്ട്രെസ്സാകുന്നു. അതിനേക്കാളും വേറൊരു പ്രശ്നമുണ്ട്. കയ്യിൽ കാശുള്ളവൻ, അല്ലേ, കയ്യൂക്കുള്ളവൻ ഫലപുഷ്ടിയുള്ള ഭൂമി മുഴുവൻ സ്വന്തമാക്കി വയ്ക്കുന്നു, ദരിദ്രരെ ചൂഷണം ചെയ്യുന്നു. തൊഴിലില്ലായ്മയും തൊഴിൽ രംഗത്തെ ചൂഷണങ്ങളും തൊഴിലെടുക്കാനുള്ള മടിയും ചെറിയ തോതിലുള്ള ദുരിതമല്ല മനുഷ്യവംശത്തിന് ഉണ്ടാക്കുന്നത്. ആദ്യ മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങൾ വരുമായിരുന്നില്ല എന്ന ഒഴികഴിവ് പോലും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അപ്പോൾ ആദാം ചെയ്ത പാപത്തിന് തുല്യമായ പാപം നമ്മളിപ്പോൾ ചെയ്യാന്നർത്ഥം. പുരുഷനോട് ദൈവം പറയും, നീ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അധ്വാനം പാപത്തിനുള്ള ശിക്ഷയല്ലായിരുന്നു, നമ്മൾ മുമ്പ് കണ്ടതാ. സ്രഷ്ടാവായ ദൈവത്തിന്റെ ജോലി തുടരുകയും സംസ്കാരം കൊണ്ടുവരികയും ആയിരുന്നു അധ്വാനത്തിലൂടെ മനുഷ്യന് ചെയ്യേണ്ടിയിരുന്നത്. ഉൽപ്പത്തി 2:15 നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടത്. എന്നാൽ ഇപ്പോൾ അധ്വാനം, തൊഴിൽ എന്നിവ വൈരസം ജനിപ്പിക്കുന്ന ഏർപ്പാടായി മാറി. വിരസത തന്നെ മാത്രമല്ല, മടുപ്പ്, ക്ഷീണം. അപ്പോൾ ഇതൊരു സർഗാത്മകതയായിട്ട് ഇപ്പൊ തോന്നുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ചെയ്യുന്നു, അങ്ങനെ ആയിട്ടും അങ്ങനെ മാറുകയാണ്. ഒരു സർഗാത്മക പ്രവൃത്തിയായിട്ട് ജോലി അനുഭവപ്പെടുന്നില്ല. മണ്ണ് മുള്ളും മുൾച്ചെടികളും പുറപ്പെടുവിക്കും. ഭൂമി മുളപ്പിക്കാൻ തുടങ്ങിയ മുള്ളും മുൾച്ചെടികളും ദൈവം തന്നെയായ യേശു സ്വന്തം ശിരസിൽ സ്വീകരിക്കും, മുൾമുടിയുടെ രൂപത്തിൽ. യോഹന്നാൻ 1:18 ദൈവം തന്നെയായ യേശു, ഈ ശിരസിൽ മുൾമുടി. യോഹന്നാൻ 19:5. അങ്ങനെ ഭൂമിക്ക് മേലുള്ള ശാപം ദൈവം എടുത്തു മാറ്റും. ദൈവം തന്നെ മനുഷ്യനായി വന്ന് ഈ മുള്ളും മുൾച്ചെടികളും കൊണ്ടുള്ള മുൾമുടി ധരിച്ച് ഈ ഭൂമിയുടെ മേലുള്ള ശാപം എടുത്തു മാറ്റുകയാണ്. തീർന്നില്ല. ദൈവം തന്നെ മനുഷ്യനായി വന്ന യേശു ഭൂമിയിൽ, ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ സംസ്കരിക്കപ്പെടും. മനുഷ്യന്റെ പാപം മൂലം ഭൂമിക്ക് മേൽ വന്ന ശാപം എടുത്തു മാറ്റാനും ഭൂമി തുടർന്നും ദൈവാനുഗ്രഹം സ്വീകരിക്കാനും അതിലൂടെ ഇടയാകും. തോട്ടത്തിലെ വൃക്ഷത്തിൽ നിന്ന് പാപം വന്നു, രക്ഷകന്റെ മരത്തിലൂടെ പാപം കാലഹരണപ്പെട്ടു എന്നാണ് യെറൂസലേമിലെ വിശുദ്ധ സിറിയിൽ പറയുന്നത്. തോട്ടത്തിലെ വൃക്ഷത്തിൽ നിന്ന് പാപം വന്നു, രക്ഷകന്റെ മരത്തിലൂടെ പാപം കാലഹരണപ്പെട്ടു. റോമാലേഖനം 8:19 ആ സൂചനയുണ്ട്. ദൈവം പുരുഷനോട് പറയാണ്, നീ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട് പൊടിയിലേക്ക് മടങ്ങും. ആദാമിന്റെ പിൻതലമുറക്കാർക്ക് കൈമാറി കിട്ടിയ ശാപത്തിന്റെ ഭാഗമാണ് ആത്മാവിനെയും ശരീരത്തെയും വേർതിരിക്കുന്ന മരണം. റോമാലേഖനം 5:14, 1 കൊറിന്തോസ് 15:22. മനുഷ്യന്റെ ഗർഭപാത്രമായിരുന്ന ഭൂമി, പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇനി മുതൽ അവന്റെ ശവപ്പറമ്പായിരിക്കും. മനുഷ്യന്റെ ഗർഭപാത്രമായിരുന്ന ഭൂമി ഇനി മുതൽ അവന്റെ ശവപ്പറമ്പായിരിക്കും. സഭാപ്രസംഗം 12:7, കത്തോലിക്ക സഭയുടെ മതബോധനം 400. ആദാമിന്റെയോ നമ്മുടെയോ പാപം തീർത്തും വൈയക്തികവും ഒറ്റപ്പെട്ടതുമല്ല. നമ്മളൊരു പാപം ചെയ്താൽ അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യന്റെ പാപത്തിന് മണ്ണിന് ശിക്ഷ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇപ്പം നമ്മൾ ഈ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ്, വളം ഉപയോഗിക്കുന്നു, മണ്ണ് ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യനാണ് ഈ വളം ഒക്കെ, അമിതമായ വളം, ചെറിയ വളമൊക്കെ വേണ്ടി വരും, വളം ഉപയോഗിക്കുന്നത്. പക്ഷെ മണ്ണ് അതോടുകൂടി ദോഷമായിട്ട് മാറുകയാണ്. അപ്പം മനുഷ്യൻ്റെ എല്ലാ പാപവും, അതെത്ര സ്വകാര്യമായി ചെയ്യുന്ന പാപം പോലും പ്രകൃതിക്ക് ദോഷകരമായി വരും. അതുകൊണ്ടാണ് ഈ മണ്ണ് ശപിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ മണ്ണിൻ്റെ ശാപം എടുത്തു മാറ്റാൻ ഈ മണ്ണിലേക്ക് വന്ന് മണ്ണിൽ സംസ്കരിക്കപ്പെടുകയാണ് മുൾമുടി ധരിച്ച് കർത്താവ് യേശു മിശിഹ. ആദാം തൻ്റെ ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു. ഹീബ്രു ഭാഷയിൽ ഹവ്വ എന്ന വാക്കിന് ജീവൻ എന്നോ, ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നവൾ എന്നോ, ജീവനുള്ളവരുടെ എന്നോ അർത്ഥമുണ്ട്. ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നവൾ, ജീവനുള്ളവരുടെ. ഹായ് എന്നാണ് അതിൻ്റെ റൂട്ട്, ധാതു ഹായ്, അതിൽ നിന്നാണ് ഹവ്വ. ഈ യാഹ്വേ എന്ന വാക്കിന്, അല്ലേ, ഞാൻ ജീവനുള്ളവനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, യാഹ്വേ, അതിനോട് സാമ്യമുള്ളൊരു വാക്കാണ് ഈ ഹവ്വ എന്ന വാക്ക്. പുതിയൊരു തുടക്കത്തിൻ്റെ സൂചനയാണ് ആദാം ഹവ്വയെ പേരിടുന്നത്. പേരിടാന്ന് പറഞ്ഞാൽ ഒരു പുതിയ കുഞ്ഞ് ജനിച്ചിട്ട് പേരിടുന്നത് പോലെയാണ്. പേരിടാന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്. ഭാര്യയുടെ മേൽ ഭർത്താവിൻ്റെ അവകാശത്തിന് ചിഹ്നമായിട്ടും, ഇല്ലേ, ഭാര്യയ്ക്ക് പേരിടുന്നത്, ഹവ്വ എന്ന പേരിടുന്നത് ഭർത്താവാണ്. അപ്പോൾ പേരിടാന്ന് പറഞ്ഞാൽ അതിനുമേൽ അവകാശമുണ്ട്, കർത്തൃത്വമുണ്ടെന്നാണ്. അപ്പോൾ ഭാര്യ
ഭാര്യയുടെ മേൽ ഭർത്താവിന് കർത്തൃത്വമുണ്ട്, ആധിപത്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുരുഷൻ സ്ത്രീക്ക് പേരിടുന്നത്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭമാണ്. പക്ഷെ ആ തുടക്കം എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയുടെ മേൽ ആധിപത്യം പുലർത്താനായിട്ട്, മേൽക്കോയ്മ പുലർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഭാര്യയാണ് ഭർത്താവിനെ പാപത്തിലേക്ക് നയിച്ചത്, അല്ലേ? അവള് തന്നു ഞാൻ തിന്നു, അവള് തന്നു ഞാൻ തിന്നു. ഭാര്യയാണ് ഭർത്താവിനെ പാപത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഭർത്താവ് ഭാര്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് തടയാനായിട്ട് സ്ത്രീ ഭാര്യ ശ്രമിക്കുന്നു. ഇങ്ങനെ ഉദ്ഭവപാപത്തിന്റെ ഫലം നിത്യവും നമ്മുടെ കുടുംബങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ ഈ ഉത്ഭവപാപം അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട, നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഈ അത്തിയിലകൾ കൂട്ടിത്തുന്നി അവരെ നാണം മറച്ചിരുന്നു ആദാമും ഹവ്വയും. ഇപ്പോ 3:21 പറയാണ്, ദൈവം തോൽക്കുപ്പായം ധരിപ്പിച്ചു, തോലുകൊണ്ടുള്ള കുപ്പായം ധരിപ്പിച്ചു. മനുഷ്യൻ നിയമം ലംഘിച്ചും വചനം തമസ്കരിച്ചും അകന്നു പോയെങ്കിലും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കരുതല് പിന്നെയും തുടരുകയാണ്. അവനെ സംരക്ഷിക്കാൻ ദൈവം പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ മുമ്പ് ധ്യാനിച്ചിട്ടുള്ളതാണ്. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവര് നാണം മറച്ചു, പക്ഷേ തോൽക്കുപ്പായം ധരിപ്പിച്ചു. അതിന് രക്തം ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന ആ വിഷയവുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ 3:7 ഉൽപ്പത്തി 3:7 വ്യാഖ്യാനത്തിൽ കണ്ടതാണ്. അത്തിയിലകൾ പോരാ ഇല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ദൈവം ആദാമിനെയും ഹവ്വയെയും അനുഗ്രഹിക്കുന്നതിൻ്റെയും അവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിൻ്റെയും പ്രതീകമാണ് ഈ വസ്ത്രം ധരിപ്പിക്കൽ. മാത്രമല്ല, മരണമുള്ള ആദ്യത്തെ ആദാമിൽ നിന്ന് മരണമില്ലാത്ത അവസാനത്തെ ആദാമിലേക്കുള്ള ആരോഹണമാണ് നമ്മുടെ ജീവിതം എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്. കാരണം മരണത്താൽ നഗ്നനായ മനുഷ്യനെ ഉത്ഥാനത്തിന്റെ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി പറക്കാനിരിക്കുന്നു. അപ്പൊ ഈ തോൽക്കുപ്പായം നമ്മളന്ന് പറഞ്ഞു, ഈ തോല് കൊണ്ടുള്ള വസ്ത്രത്തിന് രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല എന്നുള്ള ഒരു സൂചന ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു പടി കൂടി കടന്ന് പറയാണ്, മരണമുള്ള ആദ്യത്തെ ആദാമിൽ നിന്ന് മരണമില്ലാത്ത അവസാനത്തെ ആദാമിലേക്കുള്ള ആരോഹണമാണ് മനുഷ്യ ജീവിതം. കാരണം മരണത്താൽ നഗ്നനായ മനുഷ്യനെ ഉത്ഥാനത്തിന്റെ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കാൻ, ധവള വസ്ത്രം, വെളുത്ത വസ്ത്രം ധരിപ്പിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി പിറക്കാനിരിക്കുന്നു. ആ പോയിന്റാണ് ഇവിടെ ഈ തോൽക്കുപ്പായം ധരിപ്പിക്കുന്നതിന്റെ മറ്റൊരു സൂചന. ദൈവം തന്നെ തോൽക്കുപ്പായം ധരിപ്പിക്കുന്നതിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെ കൊല്ലാമെന്ന പരോക്ഷ സൂചനയും ഇത് നൽകുന്നുണ്ട്. തീർത്തും അഹിംസാവാദിയായിരുന്ന മഹാത്മാഗാന്ധി തോൽ ചെരുപ്പാണ് അണിഞ്ഞിരുന്നത്, അല്ലേ? എങ്ങനെ തോൽ ചെരുപ്പ് കിട്ടുക മൃഗങ്ങളെ കൊല്ലാതെ? വലിയ അഹിംസാവാദിയായിരുന്നു ഗാന്ധിജി, പക്ഷെ തോകൽ ചെരുപ്പേ ധരിക്കുള്ളൂ. അപ്പോൾ ഒരു തരം ഇല്ലേ, മൃഗങ്ങളെ കൊല്ലാതെ തോകൽ ചെരുപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ ദൈവം തന്നെ തോൽക്കുപ്പായം ധരിപ്പിക്കുന്നതിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെ കൊല്ലാമെന്ന ഒരു സന്ദേശം നൽകുകയാണ്. ഈ സന്ദേശമാണ് നമ്മൾ തെറ്റിച്ചിട്ട് തെരുവ് നായ്ക്കളെ മുഴുവൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ തെരുവ് നായ്ക്കൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. കൊല്ലാൻ അധികാരമില്ലെന്നും പറഞ്ഞിട്ടാണ്. മനസ്സുണ്ടെങ്കിൽ കൊല്ലാനുള്ള അധികാരം തന്നെ വരും. മനസ്സില്ലെങ്കിൽ മനുഷ്യരെ ശല്യപ്പെടുത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ സർക്കാരുകൾ ഇങ്ങനെ തോന്നിയ പോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനോ തെരുവ് പട്ടികളെ നിയന്ത്രിക്കാനോ ഒരു പട്ടി ഉണ്ടാകില്ല. അത് ഈ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെ കൊല്ലാമെന്ന, അങ്ങനെയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും. നമ്മുടെ രാജ്യത്ത് മാത്രം മനുഷ്യനെ കൊല്ലാം, മൃഗങ്ങളൊന്നും കൊല്ലാൻ പാടില്ല, പാമ്പിനും കൊല്ലാൻ പാടില്ല. ഒക്കെ ദേവനും ദേവിയല്ലേ. ഈ ദൈവത്തിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് എവിടെ നിന്നാണാവോ ഈ ദേവനും ദേവിയും സങ്കല്പമൊക്കെ വന്നത്? ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു വചനം. നോക്കൂ, അവര് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ദൈവം പറയാണ്, ഇല്ലേ, അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നന്മയും തിന്മയും നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് അവർ നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇത് പ്രസ്താവനയായിട്ട് വായിക്കരുത്. ഇതൊരു ആക്ഷേപഹാസ്യമാണ്, സറ്റയർ. മനുഷ്യൻ ശരിക്കും ദൈവത്തെ പോലെയായി എന്നല്ല അർത്ഥം. അതിന് നേർ വിപരീതമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തായി? ദൈവമാകാൻ ശ്രമിച്ചവന്റെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി കണ്ടോ? ദൈവമാകാൻ ശ്രമിച്ചവൻ നാണം കെട്ട് നാണം മറയ്ക്കാൻ പോലും അറിയാതെ നിൽക്കുന്നത് കണ്ടോ? ദൈവം പരിഹസിക്കുകയാണ്. ആക്ഷേപഹാസ്യമാണിത്, സറ്റയർ. ഇപ്പൊ എന്തായി? ദൈവമാകാൻ ശ്രമിച്ചവന്റെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി കണ്ടോ?
ദൈവമാകാൻ ശ്രമിച്ചവൻ നാണം കെട്ട് നാണം മറയ്ക്കാൻ പോലും നിൽക്കാതെ അറിയാതെ നിൽക്കുന്നത് കണ്ടോ? ദൈവം നിശ്ചയിച്ച ധാർമ്മിക ക്രമത്തിന് മേൽ തന്റെ കർത്തൃത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിലൂടെ ദൈവമാകാൻ വിഫല ശ്രമം നടത്തുകയായിരുന്നു മനുഷ്യൻ. വ്യാമോഹമായിരുന്നു അത്, വിഫല ശ്രമം. നന്മയും തിന്മയും ഏതെന്ന് സ്രഷ്ടാവ് നിർവചിച്ചിരുന്നു. അത് വേറെ തരത്തിൽ നിർവചിക്കാനും മനുഷ്യൻ തുനിഞ്ഞിറങ്ങുകയാണ്. യെശയ്യായുടെ പുസ്തകം 5:20 കാണാം. ക്രമരഹിതമായ ഈ വിധത്തിലാണ് അവന്റെ നിയമലംഘനം അവന് ദൈവത്തെ പോലെയാക്കിയത്. ക്രമരാഹിത്യത്തിന്റെ അല്ലെങ്കിൽ അക്രമത്തിന്റെ ദൈവമായി മനുഷ്യൻ, അക്രമത്തിന്റെ ദൈവമായി മനുഷ്യൻ, ക്രമരാഹിത്യത്തിന്റെ ദൈവമായി മനുഷ്യൻ. അതാണ് ഇപ്പൊ എന്തായി? നമ്മെപ്പോലെ ഒരുവനായോ? ഒരുവനായില്ലേ? എന്തെല്ലാം വീരവാദമായിരുന്നു. അങ്ങനെ പവനായി ശവമായി എന്ന് പറയില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയാണിത്. യേശു ചെയ്തതുപോലെ എളിമയോടെ ദൈവപിതാവിന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ ആദാം ശരിയായ ദിവ്യത്വം പ്രാപിക്കുമായിരുന്നു. ഫിലിപ്പി ലേഖനം 2:5-8 പറയുന്നുണ്ട്, യേശു അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. നമ്മിൽ ഒരുവനെ പോലെ ബഹുവചനാണ്. നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉൽപ്പത്തി 1:26 അവിടെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കാം. നമ്മൾ ആ ബഹുവചനത്തിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദൈവം ആദ്യ മാതാപിതാക്കളെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. ദൈവത്തിന്റെ ഉടമ്പടി സമുദായമാണ് ഏദൻ തോട്ടം, ഉടമ്പടി സമുദായം. ആ സമുദായത്തിൽ നിന്നുള്ള പുറത്താക്കപ്പെടൽ മരണമാണ്. ഇപ്പം നമ്മൾ ഇല്ലേ ഭ്രഷ്ട് കൽപ്പിക്കില്ലേ? നാട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കുലത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും, പിണ്ടം വെച്ച് പുറത്താക്കും. അതൊരു മരണമാണ്. ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവുമുള്ള ഏദൻ തോട്ടം എന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം. വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിക്കുന്നു. ധൂർത്തപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ പുറത്തു പോയപ്പോൾ അതിനെക്കുറിച്ച് യേശു എന്താ പറഞ്ഞത്? അവൻ മൃതനായിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 15:24. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ദൈവാനുഗ്രഹത്തിന്റെ അഭാവവുമാണ് പാപത്തിന്റെ ശരിയായ തിക്തഫലങ്ങളെന്ന് പുറത്താക്കപ്പെടലും പ്രവാസ ജീവിതവും ആദാമിനെ അതുപോലെ മനുഷ്യരെല്ലാവരെയും പഠിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ദൈവാനുഗ്രഹത്തിന്റെ അഭാവവുമാണ് പാപത്തിന്റെ ശരിയായ തിക്തഫലങ്ങൾ. അതാണ് ഈ പുറത്താക്കപ്പെടലും പ്രവാസ ജീവിതവും. ഏദൻ തോട്ടത്തിൽ പുറത്തേക്ക് പോകുന്ന പറഞ്ഞാൽ പ്രവാസികളാകുക, പരദേശികളാകുക. അത് വിദേശത്ത് അപരിചിതരെ പോലെ കഴിയേണ്ടി വരിക. സ്നേഹിക്കുന്ന മനുഷ്യരുടെ അഭാവം മരണസംസ്കാരം ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ സാക്ഷികളാണ്. സ്നേഹിക്കുന്ന മനുഷ്യരുടെ അഭാവമല്ലേ നരകമെന്ന് പറയണേ? അതിനെയാണ് മരണസംസ്കാരം എന്ന് പറയണേ. പുറത്താക്കി കഴിഞ്ഞിട്ട് ദൈവം കാവൽ നിർത്തി, കെരൂബുകളെ കാവൽ നിർത്തി. മനുഷ്യന്റെ മുഖവും മാലാഖമാരുടെ ചിറകുകളുമുള്ള ജീവികളെയാണ് കെരൂബുകൾ എന്ന് പറയണേ. പിശീത സുറിയാനിയിൽ ക്രോവന്മാർ എന്ന് പറയും. ക്രോവന്മാർ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള വാക്ക് അതാണ്, സുറിയാനിയ. മനുഷ്യന്റെ മുഖവും മാലാഖമാരുടെ ചിറകുള്ള ജീവികൾ. പണ്ടൊക്കെ ദേവാലയങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും സംരക്ഷണം ഇവർക്കാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പാഴ്സികളുടെ സൊറവാസ്ട്രിയൻ മതത്തിൽ ഈ ചിന്തയുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിശുദ്ധി സംരക്ഷിക്കുക എന്ന ചുമതലയാണ് ക്രോവന്മാർക്കുണ്ടായിരുന്നത്, കെരൂബുകൾക്കുണ്ടായിരുന്നത്. പിന്നീട് മോശ നിർമ്മിച്ച സമാഗമ കൂടാരത്തിന്റെയും സോളമൻ പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെയും വിശുദ്ധി സംരക്ഷിക്കുന്നതും ക്രോവന്മാരാണ്, കെരൂബുകളാണ്. സമാഗമ കൂടാരത്തിലെ കാവലായിട്ട് പുറപ്പാട് 25:18, സോളമൻ പണി കഴിച്ച ദേവാലയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കുന്നത് കെരൂബുകൾ. 1 രാജാക്കന്മാർ 6:23-38, കത്തോലിക്ക സഭയുടെ മതബോധനം 332 നിങ്ങൾക്ക് വായിക്കാം. ഇപ്പോൾ ദൈവക്രോധത്തിന് കീഴിലാണ് മനുഷ്യനെന്നും ദൈവവുമായി രമ്യതപ്പെടാനുള്ള മോഹത്തോടെ അവൻ ജീവിക്കുമെന്നും ഇതിന് സൂചനയുണ്ട്. അതാണ് ഈ കെരൂബുകൾ കാവൽ നിർത്തുന്നതിൻ്റെ അർത്ഥം. എഫെസസ് ലേഖനം 2:3, യെഹെസ്കേലിന്റെ പ്രവാചകന്റെ എസെക്കിയേൽ 1-ാമത്തെ അധ്യായത്തിൽ ഈ ക്രോവന്മാരെ കുറിച്ചുള്ള വിശദമായ ചർച്ചയുണ്ട്. നമുക്ക് അപ്പോൾ കാണാതെ കാവൽ നിർത്തി, കെരൂബുകളെ കാവൽ നിർത്തി. പിശീത്ത സുറിയാനി ബൈബിളിൽ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവമായ യാഹ്വേ ആദാമിനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാൾമുനയേന്തിയ ഒരു ക്രോവയെ ആദേൻ തോട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്നതിന് ഏർപ്പെടുത്തി. പിശീത്ത ബൈബിൾ അനുസരിച്ച് അത്
ഈ ഹീബ്രു ബൈബിളിൻ്റെ നല്ലൊരു വ്യാഖ്യാനം കൂടിയാണ്. കെരൂബുകളുടെ കയ്യിലാണ്, ക്രോവന്മാരുടെ കയ്യിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാള്. ക്രോവന്മാരുടെ കയ്യിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാള്. ഇതാണ് പിശീത്ത സുറിയാനി ബൈബിളിൽ. ഹീബ്രു മൂലപാഠത്തിൽ കെരൂബിൻ്റെ കാവലുണ്ട്, അഗ്നിവാളിൻ്റെ കാവലുമുണ്ട്. ഇങ്ങനെ 2 കാവലുണ്ട്. ക്രോവന്മാരുടെ കാവല്, കെരൂബുകളുടെ കാവല്, പിന്നെ ചുറ്റിക്കറങ്ങുന്ന അഗ്നിവാളിൻ്റെ കാവല്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് ധ്യാനിക്കാം. 2 കാവലുണ്ട്. ഏതായാലും പാപം മൂലം മലിനമാക്കപ്പെട്ട ദമ്പതികൾ പറുദീസയിൽ വീണ്ടും പ്രവേശിക്കാതിരിക്കാൻ ദൈവം കാവൽ ഭടന്മാരെ ഏർപ്പാടാക്കുന്നു. ഇതും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപത്താൽ അധപതിച്ച അവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും മനുഷ്യൻ പറിച്ചു തിന്നാൽ ദൈവത്തിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കും മനുഷ്യൻ അമർത്തനാകുക, എന്തൊക്കെയും ജീവിക്കുക. കാര്യം മനസ്സിലായി? എന്തുകൊണ്ടാണ് ദൈവം ഈ ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷത്തിലേക്ക് കടക്കാതിരിക്കാൻ കാവലേർപ്പെടുത്തിയത്? പാപം ചെയ്ത് അധപതിച്ച അവസ്ഥയിൽ അവര് ജീവന്റെ വൃക്ഷത്തിൽ തിന്ന് അമർത്യത പ്രാപിച്ചാൽ പാപാവസ്ഥയിലാണ് അമർത്യനാകുക. പാപാവസ്ഥയിൽ അത് എന്തൊരു ദുരന്തമായിരിക്കും! അതിനേക്കാൾ ദുരവസ്ഥ ഉണ്ടാകുമോ? അത് സംഭവിക്കാതിരിക്കാനാണ് ഈ ക്രോവൻ മാലാഖമാരുടെ കാവല്, അതുപോലെ അഗ്നിവാളിന്റെ കാവല്. ജീവന്റെ അധിപനും ജീവദാതാവും ദൈവമാണ് എന്ന വിശേഷ അധികാരം സംരക്ഷിക്കുന്നതും ഈ കെരൂബുകളുടെ കാവലിൽ കാണാം. മനുഷ്യൻ മരണമുള്ളവനാണ്. ഇനി അവന് അമർത്തത കിട്ടണമെങ്കിൽ ക്രിസ്തുവിന്റെ രക്ഷാകർമ്മം ആവശ്യമാണ്. മരണത്തെയും സാത്താനെയും കീഴ്പ്പെടുത്തുന്ന യേശുവിന്റെ ഉത്ഥാനം ആവശ്യകമാണ് നമുക്ക് അമർത്തത കിട്ടാൻ. മരണത്തിൽ നിന്ന് മരണത്തെ കീഴ്പ്പെടുത്തി മരിച്ച് മരണത്തിന്റെ താവളത്തിൽ പോയി പിശാചിനെ കീഴടക്കി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. മറ്റൊരു മതസ്ഥാപകനും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞ നിത്യജീവൻ നൽകാൻ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. ഇത് ക്രിസ്ത്യാനികളുടെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ഇതാണ് സത്യം. മറ്റൊരു മതസ്ഥാപകനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല, മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഇപ്പം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു? പ്രളയമുണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു? ഇതൊക്കെ യുക്തിവാദി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ യുക്തിവാദി എന്ന് പറഞ്ഞ ആളോട് ചോദിക്കുക, നിങ്ങൾ എപ്പോഴാണ് മരിക്കുക? അറിയില്ല. എങ്ങനെയാണ് മരിക്കുക? അറിയില്ല. എവിടെ വെച്ചാണ് മരിക്കുക? അറിയില്ല. ഇതൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പം നിങ്ങളുടെ മരണം നിശ്ചയിക്കുന്ന ആരാണ്? ദൈവമാണ്. എപ്പോൾ, എവിടെ, എങ്ങനെ മരിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. സുബോധമുള്ളവരുടെ കാര്യം ഞാൻ പറയണേ. സുബോധം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ബ്ലാങ്ക് ആകുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയണു, എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല തിയറീസ് ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. സുബോധമുള്ള മനുഷ്യന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. സുബോധം നശിക്കത്തക്ക വിധം പ്രഷർ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരിക്കാം. പക്ഷേ സാധാരണ മനുഷ്യന്റെ മരണം എവിടെ, എങ്ങനെ, എപ്പോൾ, ഏത് നിലയിൽ, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. അപ്പോൾ പ്രളയത്തിലൂടെ കുറേ പേര് മരിക്കണമെന്ന് ദൈവം നിശ്ചയിക്കുകയാണ്. അത് ദൈവത്തിന് സ്നേഹമില്ലാഞ്ഞിട്ട്? ഉരുൾപൊട്ടലിലുള്ള കുറച്ച് പേര് പോകണമെന്നുള്ളത് ദൈവം നിശ്ചയിക്കുന്നതാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെതായ കൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതിൽ, ഈ ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ. പക്ഷേ പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രകൃതി ദുരന്തങ്ങളാക്കുന്നത് മനുഷ്യൻ്റെ കുറേ കൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ കുറച്ച് പേര് പ്രളയത്തിലും കുറച്ച് പേര് ഉരുൾപൊട്ടലിലും മരിക്കുമ്പോൾ ദൈവത്തിന് സ്നേഹമില്ല, കരുണയില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, ഏത് വിധത്തിൽ മരിക്കണം ദൈവം നിശ്ചയിക്കണേ. പിന്നെ നമ്മൾ ആരെങ്കിലും ഇത്ര കൊല്ലം ജീവിക്കുമെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ? നമുക്കാരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? ചുരുക്കത്തിൽ ജീവന്റെയും മരണത്തിൻ്റെയും അധിപൻ ദൈവമാണ്. ജീവദാതാവ് ദൈവമാണ്. ഈ വിശേഷ അധികാരം സംരക്ഷിക്കുകയാണ് കെരൂബുകളുടെ കാവല്. മനുഷ്യൻ മരണമുള്ളവനാണ്. അവന് മരണാനന്തര ജീവിതം വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകർമ്മവും ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും വേണം. അത് അവനോട് ബന്ധപ്പെട്ടിരുന്നാലേ മനുഷ്യന് മരണാനന്തര ജീവിതവും ഉത്ഥാനവും അമർത്യതയും നിത്യജീവനും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ സുവിശേഷം എല്ലാവരും പ്രഘോഷിക്കണം എന്ന് പറയുന്നത്. അവർക്ക് അമർത്യതയും നിത്യജീവനും വേണമെങ്കിൽ. നമ്മൾ ഈ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ബൈബിൾ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു സംഗതി പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഗിൽഗമേഷ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഗിൽഗമേഷ് ഇതിഹാസം, എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയും.
നമ്മൾ ഇതിലേക്ക് ഈ പ്രളയകഥ, നോഹയുടെ കാലത്തെ പ്രളയകഥ കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയാണ്. പ്രാചീന മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള സ്ഥലം, അതായത് ഇപ്പോഴത്തെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, അതാണ് മെസപ്പൊട്ടാമിയ. പൊട്ടാമസ് എന്ന് വെച്ചാൽ വെള്ളം, മെസോ എന്ന് വെച്ചാൽ മിഡിൽ, ഇൻ ദ മിഡിൽ ഓഫ് ടു വാട്ടേഴ്സ്, അതാണ് മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, അവിടെ നിലനിന്നിരുന്ന ഒരു ഇതിഹാസ കാവ്യമാണ് ഗിൽഗമേഷ്. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ സാഹിത്യ രചനയാണ് ഈ ഗിൽഗമേഷ് എപ്പിക്. ഉറുക്ക് എന്ന് പറഞ്ഞ ഉറുക്ക് രാജ്യത്തിന്റെ രാജാവായിരുന്നു ആദ്യ മനുഷ്യനായ ഗിൽഗമേഷ്. ഈ ഇതിഹാസം, ഈ പുരാണം അനുസരിച്ച് അർദ്ധനാരീശ്വരനായിരുന്നു ഈ ഗിൽഗമേഷ്. പകുതി മനുഷ്യനും പകുതി ദൈവവും. പക്ഷേ പകുതി ദേവനായതുകൊണ്ട് വലിയ സൈക്യം, അതായത് അവൻ്റെ അഹങ്കാരം, ശല്യം സൈക്യമാകാതായപ്പോൾ അവനെ മെരുക്കാനായിട്ട് അനു എന്ന് പറയുന്ന ദേവൻ എൻകിഡു എന്ന ഒരു കിരാതനെ അയക്കുകയാണ്. ഒരു കിരാതൻ, ഒരു സാവേജ്യം എന്ന് പറയും, ഒട്ടും പരിഷ്കാരമില്ലാത്ത പ്രാകൃത കിരാതൻ. മൃഗങ്ങൾക്കിടയിൽ ജീവിച്ച എൻകിഡുവിനെ പരിഷ്കാരിയാക്കാനായിട്ട്, ഈ എൻകിഡുവിനെയാണ് അയച്ചത്, കിരാതനാണ്. അവനെ പരിഷ്കാരിയാക്കാനായിട്ട് ഷംഹാത്ത് എന്ന പേരുള്ള ഒരു വേശ്യ സ്ത്രീയെ അയക്കുന്ന ദേവന്മാർ. അപ്പോൾ ഗിൽഗമേഷിനെ മെരുക്കാനായിട്ട് എൻകിഡു എന്ന കിരാതനാണ്, കിരാതനെ പരിഷ്കാരിയാക്കാനായിട്ട് ഷംഹാത്ത് എന്ന് പറഞ്ഞ വേശ്യ സ്ത്രീ. അങ്ങനെ ഈ എൻകിഡു ഷംഹാത്ത് എന്ന വേശ്യ സ്ത്രീയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടു, പരിഷ്കാരിയായി. എന്താണ് പരിഷ്കാരം? ഈ ഷംഹാത്തിന്റെ കിരാത സ്വഭാവം മാറിയിട്ട് തീർത്തും അധാർമിക സ്വഭാവമായി. പണ്ട് പ്രാകൃത സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോൾ അധാർമികനായി. വേശ്യയുടെ കൂടെ നടന്ന് കിടന്ന് നിഷ്കളങ്കതയെ പോയി, അപരാധിയായി. അപരാധിയാകുന്നതാണ് പരിഷ്കാരം. ഇപ്പം നമ്മുടെ നാട്ടിൽ അവള് പരിഷ്കാരി പെണ്ണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? തുണിയൊന്നും കാര്യമായിട്ട് ഇല്ലാതെ സൊസൈറ്റി ലേഡി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പക്ഷത്തിനെതിരെയുള്ള ആക്ഷേപിക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ കേസ് കൊടുക്കാവോ? പക്ഷെ പണ്ട് അങ്ങനെ പറഞ്ഞത്, പരിഷ്കാരി പെണ്ണെന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ട് ഒരു അച്ചടക്കമില്ലാതെ തോന്നി പോലെ ജീവിക്കുന്നത്, അതിനാണ് പരിഷ്കാരി എന്ന് പറഞ്ഞിരുന്നത്. അത് ഈ കഥയിൽ നിന്ന് വരുന്നതാണ്. ഈ എൻകിഡു, പരിഷ്കാരിയായി തീർന്ന എൻകിഡു ഗിൽഗമേഷിനെ ശക്തി പരീക്ഷണത്തിനായി ക്ഷണിക്കുകയാണ്. മത്സരത്തിൽ ഗിൽഗമേഷ് ജയിച്ചു, അർദ്ധനാരീശ്വരൻ ഗിൽഗമേഷ് ജയിച്ചു. തോറ്റത് എൻകിഡു. ഈ തോറ്റെങ്കിലും അവർ സ്നേഹിതന്മാരായി, ഈ മത്സരം കഴിഞ്ഞപ്പോൾ സ്നേഹിതന്മാരായി. അവർ ഇരുവരും കേദാർ എന്ന് പറഞ്ഞ കേദാർ വനത്തിലേക്ക് 6 ദിവസത്തെ യാത്ര നടത്തുകയാണ്. കാവൽക്കാരനായ ഈ കേദാർ വനത്തിന്റെ കാവൽക്കാരനായ ഹുംബാബയാണ് അതിന്റെ കാവൽക്കാരൻ. ഈ ഹുംബാബയെ കൊന്നതിന് ശേഷം വിശുദ്ധ കേദാർ മരം അവർ വെട്ടിയിടുകയാണ്, ഈ ഗിൽഗമേഷും എൻകിഡും ചേർന്ന്. എന്തിനാ? കപ്പൽ നിർമ്മിക്കാനായി. പ്രളയം വരാൻ പോകുന്നു, കപ്പൽ നിർമ്മിക്കാൻ. കോപം കൊണ്ട് ജ്വലിച്ച ഇഷ്താർ ദേവി സ്വർഗത്തിലെ കാളയെ അയച്ച് ഗിൽഗമേഷിനെയും എൻകിഡിനെയും കൊല്ലാൻ കാളയെ അയച്ചു, രണ്ടുപേരും കൊല്ലാൻ. എന്നാൽ കൊല്ലപ്പെട്ടത് കാളയാണ് കൊല്ലപ്പെട്ടെ. പക്ഷെ ഈ കാളയെ കൊല്ലാനുള്ള ശ്രമത്തിൽ എൻകിഡു രോഗിയായി ഗിൽഗമേഷിന്റെ കയ്യിൽ കിടന്ന് മരിച്ചു. ഗിൽഗമേഷ് തൻ്റെ ലോകത്തിലെ ആദ്യത്തെ മരണമാണ്, ഈ ലോകത്തിനാദ്യത്തെ മരണം. ഗിൽഗമേഷ് സ്നേഹിതന്റെ മരണം, തൻ്റെ കയ്യിൽ കിടന്ന് മരിച്ച ഈ എൻകിഡുവിന്റെ മരണം കണ്ട് പകച്ചുപോയി ഗിൽഗമേഷ്. താനും മരിക്കുമല്ലോ, മരിക്കാതിരിക്കാൻ, അമർത്യത പ്രാപിക്കാൻ ജീവവൃക്ഷത്തിന് കനി തേടി പോകുകയാണ്. അങ്ങനെ ജലപ്രളയത്തെ അതിജീവിച്ച ഉത്തരപിഷ്തിം എന്ന ആളെ കണ്ടുമുട്ടുന്നു. ജലപ്രളയത്തെ അതിജീവിച്ച ഉത്തരപിഷ്തിം. ഞാൻ നോഹയുടെ കാലത്ത് ജലപ്രളയം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ജീവന്റെ കനി കിട്ടിയ ഗിൽഗമേഷ്, ജീവന്റെ കനി കിട്ടി, ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഈ ജീവവൃക്ഷത്തിന്റെ കനി കിട്ടിയത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ജീവവൃക്ഷത്തിന്റെ കനി അവിടെ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങി. തടാകത്തിൽ നിന്ന് ഇറങ്ങി കയറി വരുമ്പോൾ കണ്ടത് ജീവവൃക്ഷത്തിന്റെ കനി ഒരു സർപ്പം വിഴുങ്ങിക്കളയുന്നതാണ്. ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാചീന ഇതുണ്ട്, ഇതിൻ്റെ എല്ലാം സമാഹരിച്ചിട്ടുണ്ട്. അതിൽ 99 മുതൽ 101 വരെയുള്ള ഭാഗത്താണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാണുമ്പോഴും ഇത് ബൈബിളൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പുള്ളൊരു ഇതിഹാസമാണ്, ഒരു കാവ്യമാണ്. ഇത് ബൈബിൾ എഴുതിയ രചയിതാക്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. അപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന കഥകളൊക്കെ കോപ്പി അടിച്ചിരിക്കുക ബൈബിൾ എന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കിയാൽ, 1, 2, 3 പ്രാവശ്യം കേട്ട് നോക്കിയാൽ ചില
സാമ്യങ്ങളുണ്ട്, ചില സാമ്യങ്ങളുണ്ട്. അതായത് ആദിമ മനുഷ്യന്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എന്ന ഒരു പോയിന്റ് ഉണ്ട്, അമർത്തതയും നിത്യജീവനും നഷ്ടപ്പെട്ടു എന്നൊരു പോയിന്റ് ഉണ്ട്, സർപ്പമാണ് അത് നഷ്ടപ്പെടുത്തിയത് എന്നൊരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ 3-4 പൊതുവായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഇതിഹാസം, ഈ ഗിൽഗമേഷ് എപ്പിക് എന്ന് പറയുന്നത് മുഴുവൻ ഒന്ന് ബഹുദൈവ വിശ്വാസം, ദേവീദേവന്മാർ തമ്മിലുള്ള അസൂയ, ദേവീദേവന്മാർ തമ്മിലുള്ള കിടമത്സരം, ഇതൊന്നും തന്നെ ബൈബിളിലില്ല. ബൈബിളിലെ ഏക സത്യ ദൈവം, അവനുള്ള വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമാണ്. അതിനാൽ ബഹുദൈവ വിശ്വാസം എന്ന ചിന്തയേ ബൈബിളിലില്ല. അത് ബൈബിളിന് ഏറ്റവും നികൃഷ്ടമായ സംഗതിയാണ് ബഹുദൈവ വിശ്വാസം. പല ദൈവങ്ങളില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം. അപ്പൊ അതുകൊണ്ട് അതൊന്നാമത്തെ വലിയ വ്യത്യാസം. 2, ദേവീദേവന്മാരുടെ അസൂയ, ദേവഗണങ്ങൾ തമ്മിലുള്ള കിടമത്സരം, ഇതൊന്നും ബൈബിളിലില്ല. ഈ ഐതിഹ്യ സമാനമായ അംശങ്ങൾ ബൈബിളിലേ ഇല്ല, പുരാണ സംബന്ധമായ അംശങ്ങൾ ബൈബിളിലില്ല. അപ്പോൾ പിന്നെ എന്താണ് ബൈബിളിലുള്ളത്? 1, ഏക ദൈവത്തിലുള്ള വിശ്വാസം. 2, മനുഷ്യന്റെ ഉത്തരവാദിത്വം. 3, മനുഷ്യന്റെ പാപത്തിന്റെ ഗൗരവം, പാപം വരുത്തി വയ്ക്കുന്ന വർണ്ണിക്കാനാവാത്ത വിന. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉള്ളിലും മനുഷ്യനോട് കരുതൽ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ദൈവം, കരുണ കാണിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാത്ത ദൈവം, കരുതലുള്ള ദൈവം. ഇങ്ങനെ സ്നേഹവും കരുതലും മനുഷ്യന്റെ ഉത്തരവാദിത്വവും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം, അതാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഈ വക ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഗതികളൊന്നും തന്നെ ഈ ഗിൽഗമേഷ് എപ്പിക്സിനകത്തില്ല. അത് ബഹുദൈവ വിശ്വാസം, ദേവന്മാരുടെ അസൂയൊക്കെയാണ്. അപ്പം ചില അംശങ്ങൾ അവിടെ ഉണ്ട്. ഇവര് ബാബിലോണിയയിൽ പോയിട്ടുണ്ട് ഇല്ലേ, അതിനു മുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രാചീന സംസ്കാരങ്ങൾ ഒന്നാണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം. അപ്പോൾ കഥകളെല്ലാം കേട്ട് കാണും. അത് സ്വാധീനിക്കുകയല്ല, ചില പോയിന്റുകളിൽ അതൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് തീർത്തും അവർ പറഞ്ഞതുകൊണ്ട്, ഹിന്ദുക്കൾ പറഞ്ഞതുകൊണ്ട് നല്ല പോയിന്റ് എടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? മുസ്ലിംസ് പറഞ്ഞതുകൊണ്ട് നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഏകസത്യ ദൈവമായ യാഹ്വേയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടും അവന്റെ സ്നേഹവും കരുണയും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പോലും കോപ്പി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഗിൽഗമേഷ് എപ്പിക്ക് കോപ്പി അടിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബൈബിളും അറിയില്ല, ഗിൽഗമേഷ് എപ്പിക്കും അറിയില്ല. അതിലുള്ള ഈ എന്തൊക്കെയാണ് പൊരുത്തം, എന്തൊക്കെയാണ് വ്യത്യാസം, ഈ വക കാര്യങ്ങൾ അറിയില്ല എന്ന അജ്ഞതയാണ് അവർ വെളിപ്പെടുത്തണേ, അല്ലാതെ ഈ ബൈബിളിലെ സംഭവത്തിന്റെ സർഗാത്മകതയല്ല. ആദ്യ പാപം, പിന്നെ ഉത്ഭവപാപം നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ആദ്യ പാപം നമ്മൾ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഉൽപ്പത്തി ആദ്യത്തെ 11 അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉത്ഭവപാപത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യും. അത് അത്ര എത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഉത്ഭവപാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അംശമാണ് നമ്മളിപ്പോൾ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. നമ്മൾ പല കാര്യങ്ങളും ഒരു ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ബൈബിള് നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്ന മനസ്സിലാക്കാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ക്ലാസ്സിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരാകണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? 1, ഈ വീഡിയോ പല പ്രാവശ്യം കേൾക്കുക. 2, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവരോട് കേൾക്കാൻ പറയുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ സംഗതികൾ നിങ്ങളുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിലോ മറ്റു ഗ്രൂപ്പുകളിലോ ഒക്കെ ചർച്ച ചെയ്യുക. നിങ്ങളുടെ സംഘടനകളിലോ കുടുംബ യൂണിറ്റുകളൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മൾ വചന പ്രഘോഷകരാകും. ഈ ലോകത്തിൽ സകലർക്കും നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചേ പറ്റൂ. കാരണം മരണത്തെ ജയിച്ച ഒരേ ഒരാൾ യേശുക്രിസ്തുവാണ്. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കാണ് മരണാനന്തര ജീവിതവും നിത്യജീവിതവും അമർത്തതയും ഉള്ളൂ. നിത്യജീവന്റെ കനി അവൻ്റെ കയ്യിലാണ്. അതിനാൽ ഈ സുവിശേഷം എല്ലാവരോടും പറയണമെന്ന് വീണ്ടും 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 ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.